ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നിങ്ങളൊക്കെ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാകുക ഈ ഒരു വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ, ഈ ഒരു വീഡിയോ വൈറലായിരുന്നെങ്കിൽ എന്നുള്ളതായിരിക്കും. ഓരോ ക്രിയേറ്ററും ഓരോ ദിവസവും അവരുടെ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും. ഞാനൊക്കെ പണ്ട് വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഓരോ ദിവസവും എടുത്ത് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, എത്ര വാച്ച് ടൈം കയറിയിട്ടുണ്ട്, ഈ ഒരു രീതിയിലാണെങ്കിൽ എന്നാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുക, ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ചാനലിൽ ആ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതായിരിക്കും. എങ്ങനെയാണ് എൻ്റെ ഒരു വീഡിയോ വൈറലാകുന്നത്? ഞാനൊരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് അതിനോട് കിടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനലിറ്റിക്സിൽ പലതരം ഗ്രാഫ് കാണാം. തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംപ്രഷൻ കാണാം, അതുപോലെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് CTR ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇംപ്രഷൻ, CTR, ഓഡിയൻസ് റിട്ടൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാം. റീച്ചായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർ പോലും ഒരു പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവരിങ്ങനെ വീഡിയോ ചെയ്തു പോകുന്നുണ്ടാകും, വ്യൂസ് വരുന്നുള്ളത് കൊണ്ട് അവർ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഇംപ്രഷൻ, CTR, ഓഡിയൻസ് റിട്ടൻഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് യൂട്യൂബിൻ്റെ ആ ഒരു അൽഗോരിതം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇംപ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇംപ്രഷൻ എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്കിങ്ങിൻ്റെ എവിടെ നമ്മൾ ഇംപ്രഷൻ എന്ന് കാണാറുണ്ട്. ഒരു വീഡിയോയുടെ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴും ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇംപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കി, ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോൻ്റെ ഒരു തമ്പനെയിൽ കണ്ടു. അതാണ് ഇംപ്രഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്കതൊരു ഇംപ്രഷനാണ്. അത് ആരാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ആൾക്കതൊരു ഇംപ്രഷനാണ്. അപ്പോൾ നമുക്ക് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. യൂട്യൂബ് നമ്മളെ വീഡിയോ മീൻസ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ തമ്പനെയിൽ എത്ര പേരെ കാണിച്ചു എന്നുള്ളത്, നമ്മൾ ആ ഒരു വീഡിയോ യൂട്യൂബ് എത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു, ക്ലിക്ക് ചെയ്തതല്ല, വ്യൂസ് അല്ല, എത്ര പേർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഞാനിവിടെ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ ഒരു തമ്പനെയിൽ കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊരു ഇംപ്രഷനായി. പക്ഷെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല. ക്ലിക്ക് ചെയ്താലാണ് വ്യൂസ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോയുടെ തമ്പനെയിൽ ഞാൻ ആ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഇംപ്രഷനായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു, ഞാനത് കണ്ടു. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ഇംപ്രഷനായി. നോട്ടിഫിക്കേഷനിലൂടെയും ഇംപ്രഷൻ കിട്ടും. പിന്നെ അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഫീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതും ഇംപ്രഷനിലെ കൂട്ടും. നമ്മൾ ഒരു വീഡിയോക്ക് താഴെ റെക്കമെൻഡൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ ഇംപ്രഷനാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ എത്ര ആൾക്ക് യൂട്യൂബ് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വ്യൂസ് അല്ല, ക്ലിക്ക് ചെയ്തതല്ല, എത്ര പേർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ തമ്പനെയിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു തമ്പനെയിൽ എത്ര പേർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇംപ്രഷൻ. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് വ്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇംപ്രഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പം ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടു. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് ക്ലിക്ക് വന്നത്. നേരത്തെ ഇംപ്രഷൻ ആയിരുന്നു, പക്ഷെ ഞാൻ ആ ഇംപ്രഷൻ നിങ്ങളുടെ തമ്പനെയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റിലേക്ക് അത് മാറും. അതായത് ഫോർ എക്സാമ്പിൾ 100 പേർക്ക് യൂട്യൂബ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ മാത്രമാണ് ക്ലിക്ക് ചെയ്തത് എന്ന് കരുതുക.
അപ്പോൾ 1%, 100-ൽ ഒരാൾ ക്ലിക്ക് ചെയ്താൽ 1% ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നുള്ളത് 1% ആണ്. 100 പേർക്ക് അയച്ചു കൊടുത്തതിൽ 10 പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10% ആണ്. അതാണ് നിങ്ങളുടെ ക്ലിക്ക് ത്രൂ റേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് CTR എന്താണെന്നും ഇംപ്രഷൻ എന്താണെന്ന് മനസ്സിലായി. ഇംപ്രഷൻ എന്നുള്ളത് എത്ര പേർക്ക് കാണിച്ചു, CTR എന്നുള്ളത് ആ കാണിച്ചു കൊടുത്തതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ വൈറലാകുന്നതിന് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇംപ്രഷനും CTR, ഓഡിയൻസ് റിട്ടൻഷൻ എന്നിവയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഇംപ്രഷൻ മനസ്സിലായി, CTRും മനസ്സിലായി. അപ്പോൾ ഇംപ്രഷൻ കൂടണം നമുക്ക്. അതായത് യൂട്യൂബ് ഒരുപാട് പേരിലേക്ക് നമ്മളെ തംബ്നെയിൽ എത്തിച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് വ്യൂസ് കൂടുന്നത്, വൈറലാകുന്നത്. അപ്പോൾ അതിന് CTR അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കുക. നമ്മൾ യൂട്യൂബ് അങ്ങ് ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക വീഡിയോ എത്തിയപ്പോഴാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തതും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പിന്നെ ക്ലിക്ക് ചെയ്തത്. അതെന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു തംബ്നെയിൽ കണ്ടപ്പോൾ ഞാൻ അതിൽ ആകർഷ്ടനായി. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തു ഞാൻ. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു ടൈറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ അത് കുഴപ്പമില്ല, എനിക്കൊരു ആകാംക്ഷ തോന്നി, ഞാനതിൽ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കി ഞാനതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നെ അവിടെ ക്ലിക്ക് ചെയ്യിപ്പിച്ചത് തംബ്നെയിലും അതുപോലെ ടൈറ്റിലുമാണ്. അപ്പോൾ ആ ഒരു CTR അവിടെ കൂടാൻ ഹെൽപ്പ് ചെയ്യിപ്പിച്ചത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യിപ്പിച്ചത് തംബ്നെയിലും ടൈറ്റിലുമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് CTR കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് അതിൽ ക്ലിക്ക് വരുള്ളൂ. അപ്പോൾ ഇതിനോട് കൂടി ചേർത്ത് പറയാം, നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലർ പറയാറുണ്ട് ഞാൻ നല്ല എഫേർട്ട് എടുത്ത് നല്ല കണ്ടന്റാണ് ചെയ്തിട്ടുള്ളത്, അതിനേക്കാളും മോശമുള്ള കണ്ടന്റ് പോലും നല്ല വ്യൂസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചാനലിൽ യൂട്യൂബ് ഇംപ്രഷൻ അയച്ചു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ മറ്റുള്ളവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, അവിടെ CTR കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തംബ്നെയിലും ടൈറ്റിലും നന്നായിരിക്കണം. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അനലിറ്റിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ അനലിറ്റിക്സ് ഓപ്പൺ ചെയ്ത് റീച്ച് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ചെക്ക് ചെയ്താൽ കാണാം നമുക്ക് ഇംപ്രഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വ്യൂസിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ആ ഇംപ്രഷൻ പോയിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് അത്രയും പേർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും ആളുകളാണ് ക്ലിക്ക് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിനെ കുറ്റം പറയും, യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ ഈ ഒരു സംഖ്യ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, അനലിറ്റിക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യൂട്യൂബ് പരമാവധി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കാണുന്ന ആരും അതിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് യൂട്യൂബ് മനസ്സിലാക്കി ഈ വീഡിയോ ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ട, ഇംപ്രഷൻ കൂട്ടേണ്ട, കാരണം ഇതിൽ വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നമ്മളെ വീഡിയോ കൂടുതൽ ഇംപ്രഷൻ പോകാത്തത്, റീച്ച് ആകാത്തത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് CTR കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. ഇംപ്രഷൻ വന്നാലാണ് നമ്മളെ വീഡിയോ വൈറൽ ആകുകയുള്ളൂ, അല്ലെങ്കിൽ വ്യൂസ് കൂടുള്ളൂ എന്ന് മനസ്സിലായി. അതിനോട് കൂടെ നമുക്ക് CTR എങ്ങനെ കൂട്ടാം എന്നുള്ളതും മനസ്സിലായി, ഇംപ്രഷനിൽ എങ്ങനെ ക്ലിക്ക് വരുത്താം എന്നുള്ളതും മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നല്ല തംബ്നെയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല CTR ലഭിക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീഡിയോ വൈറലാകും എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ ചിലരൊക്കെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനറെ വെച്ചിട്ട് നല്ല അടിപൊളി തംബ്നെയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ക്ലിക്ക് വരണമല്ലോ, ക്യാഷൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല തംബ്നെയിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ തോന്നിക്കുന്ന രീതിയിൽ നല്ല പ്രൊഫഷണൽ ടച്ചിൽ നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് വരണമല്ലോ. പക്ഷെ അതിലും ക്ലിക്ക് വന്നാലും വൈറൽ ആകുന്നില്ല, നല്ല CTR വന്നാലും വീഡിയോ വൈറൽ ആകുന്നില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇവനല്ലേ നേരത്തെ പറഞ്ഞത് CTR കൂടിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്, നമ്മൾ വീഡിയോ റീച്ച് കൂടും എന്നുള്ളതൊക്കെ, എന്നിട്ട് ഇപ്പൊ പറയുന്നു ഗ്രാഫിക് ഡിസൈനറൊക്കെ വെച്ച് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് നമ്മൾ നല്ല തംബ്നെയിൽ വെച്ച് നല്ല ടൈറ്റിൽ കൊടുത്ത് CTR കൂടിയാലും നമ്മളെ വീഡിയോ
റീച്ച് ആകില്ല, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തില്ല എന്നുള്ളത്. അതെന്താണ് അങ്ങനെ? നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് പറയുന്നത് എന്താണെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള റീസൺ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വീഡിയോ വൈറലാകണം എന്നുണ്ടെങ്കിൽ ഇംപ്രഷൻ കൂടണം എന്നുള്ളത്, CTR അതിൽ ക്ലിക്ക് വരണം എന്ന് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ കൂടെ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതും വേണം. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനറെ വെച്ചിട്ട് എല്ലാവരും നല്ല അടിപൊളി തംബ്നെയിലൊക്കെ കണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ഇങ്ങനെ കൂടും. അപ്പോൾ CTR മാത്രം കൂടിയത് കൊണ്ട് യൂട്യൂബ് എല്ലാ വീഡിയോയും വൈറലാക്കിയാൽ, അപ്പോൾ പണ്ട് ബാല പറഞ്ഞ പോലെ യൂട്യൂബ് എന്താ പൊട്ടനാണെന്ന് യൂട്യൂബ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. കാരണം നമ്മൾ നല്ല തംബ്നെയിൽ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ വേണം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം പോരാ. യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇംപ്രഷൻ കൂടണം, കൂടുതൽ ആളുകളിലേക്ക് കുറേ ഇംപ്രഷൻ പോകുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നത്. അപ്പോൾ ക്ലിക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തംബ്നെയിലിൻ്റെ കാര്യം പറഞ്ഞു, ടൈറ്റിലിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ ആ ക്ലിക്ക് ചെയ്തിട്ട് ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമ്മളെ വീഡിയോ അവിടെ കിടക്കും, അവിടെ ഡെഡായ പോലെ കിടക്കും. യൂട്യൂബ് ഇംപ്രഷൻ അയക്കുന്നത് നിർത്തും. ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, CTR കൂടിക്കഴിഞ്ഞാലും വീഡിയോ വൈറൽ ആകില്ലേ, അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ഒരു 10 ഇംപ്രഷൻ യൂട്യൂബ് അയച്ചു എന്ന് വിചാരിക്കാം. നമ്മളൊരു വീഡിയോക്ക് 10 ഇംപ്രഷൻ അയച്ചു, അതിൽ 8 പേര് കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മളെ CTR എന്ന് പറയുന്നത് 80% ആണ്. 80% വളരെ ഉയർന്ന CTR ആണെന്ന് പറയാം. ആ ഒരു വീഡിയോ രണ്ടാമത്തെ കേസിൽ 100 പേർക്ക് അയച്ചു കൊടുത്തു എന്ന് കരുതുക. അതിലും 8 പേര്, നേരത്തെ കണ്ടത് 8 പേരാണെങ്കിൽ ഇതിലും 8 പേരാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മളെ CTR എന്ന് പറയുന്നത് 0.8% ആണ്. അപ്പോൾ എത്ര പേർക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ എത്ര പേര് കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CTRൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ പോരാ, എത്ര ഇംപ്രഷൻ അയച്ചു എന്നുള്ളത് കൂടി അവിടെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരിക്കും, എത്ര CTR ആണ് യൂട്യൂബിൽ വേണ്ടത്? ഒരു വീഡിയോ റീച്ച് ആകണം എന്നുണ്ടെങ്കിൽ എത്ര CTR കിട്ടുമ്പോഴാണ് നല്ലത് എന്നുള്ളത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് സത്യം പറഞ്ഞ യൂട്യൂബ് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷെ യൂട്യൂബ് പറയുന്നുണ്ട്, യൂട്യൂബിൻ്റെ പകുതിയോളം ചാനലുകളിൽ ഒരു 2% മുതൽ 10%ൻ്റെ ഇടയിലാണ് CTR എന്നുള്ളത്. യൂട്യൂബിൽ പകുതിയോളം ചാനലിൽ ഈ ഒരു കണക്കാണ് പറയുന്നത്. എന്നാൽ നമുക്കൊരു 5% മുതൽ ഒരു 10% അത് അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഒരു CTR ആണെന്ന് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്ക് നിങ്ങൾക്ക് വേണം, എത്ര ഇംപ്രഷൻ അയച്ചു, അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഓഡിയൻസ് റിട്ടൻഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇംപ്രഷൻ കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചില വീഡിയോക്ക് നമുക്ക് CTR കുറവാണ് എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആ ഒരു വീഡിയോക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോക്ക് ഇംപ്രഷൻ കൂടും, ആ വീഡിയോ വൈറലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ CTR മാത്രം നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചില വീഡിയോക്ക് CTR കൂടുതലായിരിക്കും, പക്ഷെ അത് റീച്ച് ആയിട്ടുണ്ടാകില്ല. എന്നാൽ താരതമ്യേന അതിലും കുറവ് CTR വന്ന വീഡിയോ ചിലപ്പോൾ നല്ല റീച്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ഒരു ഓഡിയൻസ് റിട്ടൻഷനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര സമയം ആളുകൾ കാണുന്നു എന്നുള്ളത് കൂടി ഇതുമായിട്ട് ചേർത്ത് വായിക്കണം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ചെയ്താലാണ് ആളുകൾ ക്ലിക്ക് ചെയ്ത ആളുകൾ ആ ഒരു വീഡിയോ കാണുള്ളൂ. നല്ല തംബ്നെയിൽ വെച്ച് നമുക്ക് ക്ലിക്ക് വരും, പക്ഷേ വാച്ച് ടൈം വരില്ല. പക്ഷെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ നല്ല തംബ്നെയിലും ടൈറ്റിലും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ക്ലിക്കും വരില്ല. അപ്പോഴൊക്കെ നമ്മളെ ചാനലിന് അത് നെഗറ്റീവായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ അപ്ലൈ ചെയ്യണം. ക്വാളിറ്റിയുള്ള തംബ്നെയിൽ വേണം, ടൈറ്റിൽ വേണം, പിന്നെ അതുപോലെ നമ്മളെ വീഡിയോയും ക്വാളിറ്റി ആകുമ്പോഴാണ് നമ്മളെ ചാനൽ അങ്ങ് റീച്ച് ആവുക, അല്ലെങ്കിൽ വീഡിയോ റീച്ച് ആവുക. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് ഇംപ്രഷൻ അയക്കും. ആദ്യം 10,000 ആണെങ്കിൽ പിന്നെ അത് 50,000, 1,00,000 നിങ്ങൾക്ക് എടുത്ത് കാണാം, മില്യൺസ് ഒക്കെ ഇംപ്രഷൻ പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വീഡിയോ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇംപ്രഷൻ പോകുന്നതും വ്യൂസ് വരുന്നതും.
അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ റീച്ച് ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ CTR കൂടുതലാണെങ്കിലും ഓഡിയൻസ് റിട്ടൻഷൻ കുറവായതുകൊണ്ടായിരിക്കും. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇതൊക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചാനലിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ഫേക്കായിട്ട് വരുമ്പോൾ ഈ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഓഡിയൻസ് റിട്ടൻഷനെ കുറിച്ചായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നെക്സ്റ്റ് വീഡിയോ ഓഡിയൻസ് റിട്ടൻഷനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇംപ്രഷൻ CTRനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. നിങ്ങളുടെ നിലവിലെ വീഡിയോസിൻ്റെ ഒക്കെ ചാനലിലെ അനലിറ്റിക്സ് എടുത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചില വീഡിയോസിന് എന്തുകൊണ്ട് വ്യൂസ് കിട്ടി, ചില വീഡിയോസിന് കിട്ടിയില്ല, CTR തമ്മിലുള്ള ഒരു അന്തരം വ്യത്യാസം, അതിൻ്റെ വ്യൂസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.